ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് നമ്മുടെ പൂക്കി സി എമ്മിനെ കുറിച്ചുള്ള കാഴ്ചയാണെങ്കിൽ നമ്മുടെ മെലഡി പി എമ്മിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റാലിയൻ സന്ദർശനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ ജോർജിയ മെലോണിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ അതൊക്കെ വൈറലാണ്. അതിനൊപ്പം നമ്മുടെ രാജ്യത്ത് നിന്നുള്ളൊരു സമ്മാനം എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി മെലോണിക്ക് സമ്മാനിച്ച മിഠായി, അതിൻ്റെ പേരും ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. അതും കൂടുതൽ ഇതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ കൗതുകം വർദ്ധിപ്പിക്കുന്നു. എന്താണ് ആ ദൃശ്യങ്ങളെന്ന് നോക്കാം. Prime Minister Modi brought us a gift, a very, very good toffee. Melody. രണ്ട് രാഷ്ട്രത്തലവന്മാർ വളരെ രസകരമായ, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ അതിർവരുമ്പോഴൊക്കെ മാഞ്ഞു പോവുകയാണ്. നമ്മൾ ഇവരൊക്കെ ഏതോ വലിയ ഒരു സ്ഥലത്തിരിക്കുന്നതാണെന്ന് കരുതുമ്പോൾ ഇവരൊക്കെ സാധാരണക്കാർ ചെയ്യുന്ന സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളോട് കൂടുതൽ അടുക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായാലും എല്ലാവരും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കാഴ്ച കൊണ്ടു ഈ പേരിന് തന്നെ വളരെ കൗതുകമുള്ള കാര്യമുണ്ട്. വിഷ്ണു നമ്മളോട് പറയും. വിഷ്ണു, രസകരമാണ് ഈ കാഴ്ച, വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത കൂടിയാണിത്. COP28 എന്ന ഉച്ചകോടി, അത് ലോക കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ദുബായിൽ വെച്ചായിരുന്നു ആ ഉച്ചകോടി നടന്നത്. അന്നാണ് ആദ്യമായി മെലോണിയും അതോടൊപ്പം തന്നെ മോദിയും തമ്മിലുള്ള ഒരു സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത്. മെലോണിയും മോഡിയും ചേർന്നാൽ മെലഡി എന്ന ക്യാപ്ഷൻ നൽകി ബെസ്റ്റ് ഫ്രണ്ട് എന്ന ക്യാപ്ഷനോട് കൂടി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മെലോണി തന്നെയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മോദിയും മെലണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇരു നേതാക്കളും തമ്മിൽ കാണുമ്പോൾ ആ മെലഡി എന്ന വാക്ക് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അതിന് ഇത്തവണ ഒരു ചൂടായ, അല്ലെങ്കിൽ എന്താ പറയുക, സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചുകൂടി അതിന് ദൃശ്യപരത നൽകിയത് മോദി സമ്മാനിച്ച ഒരു സമ്മാനമാണ്. അതായത് പാർലയുടെ മെലഡി മിഠായിയുടെ ഒരു കവർ തന്നെ, അല്ലെങ്കിൽ ഒരു സഞ്ചി തന്നെ മെലണിക്ക് മോദി സമ്മാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. 5 രാജ്യങ്ങളിൽ സന്ദർശനം നടത്താനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടത്. റോമിലെ സന്ദർശനത്തിൻ്റെ ആദ്യ ദിനമായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയും അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നത്. റോമിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെലണി അവിടെ അത്താഴ വിരുന്നൊരുക്കുകയും തുടർന്ന് റോമിലെ പ്രശസ്തമായ കൊളോസിയം ഉൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്തു ഇരു നേതാക്കളും തമ്മിൽ. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ യാത്ര ചെയ്യുന്നതും അതോടൊപ്പം തന്നെയും കൊളോസിയത്തിലെ സന്ദർശനവും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പുറമെയാണ് മെലണി തൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ വ്യത്യസ്തമായൊരു സമ്മാനം എന്ന പേരിൽ മെലഡി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മിഠായി നൽകുന്ന ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വളരെയധികം വൈറലാവുകയും ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. നയതന്ത്രത്തിൻ്റെ ഒരു പുതിയ മെലഡി രീതി എന്ന് തന്നെ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും ശരിയാണ്, മധുരിക്കുന്ന ബന്ധങ്ങളാകട്ടെ അല്ലേ ഇന്ത്യയും ഇറ്റലിയും തമ്മിലൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ രാജ്യങ്ങളുമായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയട്ടെ. ഒപ്പം ഏറ്റവും ഒടുവിലായി പാർലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയാണ്. കാരണം അവരുടെ ഏറ്റവും ഹിറ്റായ ഒരു മിഠായിയാണ് ഇങ്ങനെയൊരു സന്ദർശനത്തിൽ ഒരു സമ്മാനമായി നൽകുന്നത്. ലോകം മുഴുവൻ പാർലേക്ക് ഒന്നും ഒരു പൈസ ചെലവില്ലാതെ അവരുടെ പരസ്യം എത്തുകയാണ്. അതേപോലെയാണ് നമ്മുടെ പൂക്കി എക്സ്പ്രഷൻ വെച്ച് മിൽമ നമ്മുടെ മുഖ്യമന്ത്രിയെ തന്നെ കഥാപാത്രമാക്കി മിൽമയും ഇതുപോലെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും അതിൻ്റെ ഒരു സ്പിരിറ്റോടുകൂടി ആസ്വദിക്കുക. പിന്നെ ബാക്കി വിമർശനങ്ങളൊക്കെ പല വഴിക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷേ സന്തോഷം പകരുന്ന കാഴ്ചകളെ അതേ കണ്ണോടുകൂടി കാണുക അല്ലേ.